മീം കവിയരങ്ങുമായി ബന്ധപ്പെട്ട സംസാരിക്കാനാണ് ഇത്തവണ എത്തിയിരിക്കുന്നത്. മീം കവിയരങ്ങ് എന്നതിന് പുറമെ ഇത്തവണ മീം ഫെസ്റ്റിവൽ എന്ന പേരിൽ, ഫെലിബ്രിയസ് എന്ന പേരിൽ ഒരുപാട് പ്രോഗ്രാമുകൾ തന്നെ നടത്തുന്നുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഓരോ വർഷവും ഇങ്ങനെ പ്രവാചകരുടെ കവിതകളും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമൊക്കെ സംഘടിപ്പിച്ചു വരുന്നത്. അതിൻ്റെ മീം അവാർഡ് എന്ന പേരിൽ കേരളത്തിലെ പ്രമുഖരായ ഓരോ ആളുകളെയും തിരഞ്ഞെടുത്ത് ഓരോ വർഷവും അവാർഡുകൾ സമ്മാനിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇത്തവണത്തെ അവാർഡ് പ്രഖ്യാപനമാണ് ഇവിടെ നടക്കുന്നത്. ഇതിനുവേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത് വിറാസ് അക്കാഡമിക് ഡയറക്ടർ മുഹീദ്ദീൻ ബുഖാരി, അതോടൊപ്പം ഇതിൻ്റെ മീം അവാർഡ് സ്പോൺസറായ അലിഫ് ഗ്ലോബൽ സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ അബ്ദുസലീം ആറിസി, ഇതിൻ്റെ സംഘാടക സമിതി, ഫെസ്റ്റിൻ്റെ സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് നിഹാൽ, അതുപോലെ കമ്മിറ്റി അംഗമായ അഡ്വക്കേറ്റ് മുഹമ്മദ് കുഞ്ഞി എന്നിവരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. വിശദവിവരങ്ങൾ ബ്രീഫ് ചെയ്യാൻ മുഹീദ്ദീൻ ബുഖാരിയെ ക്ഷണിക്കുന്നു. കഴിഞ്ഞ 6 വർഷം പൂർത്തിയാക്കി ഇപ്പോൾ 7ാമത്തെ മീം കവിയരങ്ങാണ് നാളെ മുതൽ ആരംഭിക്കുന്നത്. കേരളത്തിലെ സാംസ്കാരിക സമൂഹത്തിൽ മലയാളത്തിൽ പ്രവാചകരെക്കുറിച്ചുള്ള കവിതകൾ കൂടുതലായി പരിചയപ്പെടുത്തുകയും പ്രവാചകരെക്കുറിച്ചുള്ള പഴയകാലത്ത് നമ്മുടെ മഹാകവിമാരടക്കം ധാരാളം കവിതകൾ എഴുതിയിട്ടുള്ളതിൻ്റെ ഒരു തുടർച്ച മലയാളത്തിലെ പ്രമുഖരായ കവികളിലൂടെയും യുവകവികളിലൂടെയും സാധ്യമാക്കുകയും ചെയ്യുക എന്നതാണ് മീം കവിയരങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. അതോടൊപ്പം തന്നെ ധാരാളം യുവകവികൾ, വിശേഷിച്ച് മീം സംഘടിപ്പിക്കുന്നത് ഒരു മതസ്ഥാപനം കൂടിയായ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന, ഒരു വശത്ത് മർക്കസ് ലോ കോളേജിലെ ലോ പഠനത്തോടൊപ്പം അല്ലെങ്കിൽ മെഡിക്കൽ പഠനത്തോടൊപ്പം ഇസ്ലാമിക പഠനം കൂടി സമന്വയിപ്പിച്ച് നൽകുന്ന വിറാസ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ആ ഒരു സർക്കിളിൽ നിന്ന് വിശേഷിച്ചും കേരളത്തിൽ പൊതുവായും വളർന്നു വരുന്ന ധാരാളം വിദ്യാർത്ഥികൾ, നല്ല കവികളുണ്ട്, കവിത്വമുള്ളവരുണ്ട്. അവരുടെ രചനകൾ അവതരിപ്പിക്കാനുള്ളൊരു അവസരം ഒരുക്കുക എന്നതുകൂടെയാണ് മീം ചെയ്തു വരുന്നത്. അപ്പോൾ 100 കവിതകളാണ് നമ്മൾ ഓരോ കവിയരങ്ങിലും അവതരിപ്പിക്കാൻ അവസരം കൊടുക്കാറുള്ളത്. അതിലൊരു 30ഓളം കവിതകൾ മിക്കവാറും പ്രമുഖരായ കവികളുടേതും നിലവിൽ ഇടം തെളിയിച്ചു കഴിഞ്ഞ യുവകവികളുടേതൊക്കെ ആയിരിക്കും. പിന്നെ നമുക്ക് കിട്ടുന്ന 1000ഓളം എൻട്രികളിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് വരുന്ന മറ്റ് കവിതകൾ കൂടി കൂട്ടി 100 കവിതകൾ മീമിൻ്റെ ഒരു സെഷനിലും, പിന്നെ അതോടൊപ്പം തന്നെ അനുബന്ധമായി നടക്കുന്ന മീമിൻ്റെ കവയിത്രികളുടെ സെഷൻ, യുവ കവയിത്രികളെ ഉദ്ദേശിച്ചുള്ള സെഷനിൽ ഏതാണ്ട് 60 കവിതകളും അടക്കം മൊത്തം 160 കവിതകൾ അവതരിപ്പിക്കപ്പെടുന്ന, അവർക്ക് ഇടം കൊടുക്കുന്ന ഒരു സെഷനാണ്, ഒരു വലിയ ഇവൻ്റാണ് ഇൻഷാ അല്ലാഹ് മീം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നേരത്തെ പറഞ്ഞ പോലെ കവിതയുടെ ആസ്വാദകരൊക്കെ ആപേക്ഷികമായിട്ട് ശുഷ്കിച്ചു വരുന്നുണ്ടോ എന്ന് സംശയമുള്ള ഒരു കാലത്ത് യുവകവികൾക്ക് അവരുടെ കവിതകൾ അവതരിപ്പിക്കാനുള്ള വളരെ മികച്ചൊരു വേദി കൂടിയായിട്ടാണ് മീം നടന്നു വരുന്നത്. ഇത്തവണ അതോടൊപ്പം തന്നെ മീമിനെ ഒരു കവിയരങ്ങിൽ ഒതുക്കാതെ കുറച്ചും കൂടെ അതിൻ്റെ ഒരു വിപുലീകരണത്തിൻ്റെ ഭാഗമായി മീം ഫെലിബ്രേസ് എന്ന പേരിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്ത ഇവൻറ്റുകൾ കൂടി സംഘടിപ്പിച്ചു വന്നു. ഇനിയും പല ഇവൻറ്റുകളും നടക്കാനിരിക്കുന്നു. അതിൽ അക്കാഡമിക് ചർച്ചകൾ, ടോക്കുകൾ, എക്സിബിഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് മീമിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മീം അവാർഡ്, അലിഫ് മീം അവാർഡ്. മർക്കസ് നോളജ് സിറ്റിയിൽ ഗ്ലോബൽ സ്കൂൾ ആയ അലിഫ് ഗ്ലോബൽ സ്കൂളാണ് നമ്മുടെ മീം അവാർഡിൻ്റെ പാർട്ട്ണർ. ഇൻഷാ അല്ലാഹ് മീം അവാർഡിൻ്റെ പ്രഖ്യാപനം കൂടെ ഇവിടെ നടക്കും. ബാക്കി പ്രോഗ്രാമിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് നിഹാൽ നൗഫൽ കൂടെ നമ്മളോട് ബ്രീഫ് ചെയ്യും ഇൻഷാ അല്ലാഹ്. അതിന് മുന്നേ മീം അവാർഡ്, അലിഫ് മീം അവാർഡിൻ്റെ പ്രഖ്യാപനം അലിഫ് ഗ്ലോബൽ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ സലീം ആറിസി നിർവഹിക്കും. കഴിഞ്ഞ 4 വർഷമായി മലയാളത്തിലെ മികച്ച പ്രവാചക കവിതകൾക്ക് നൽകി വരുന്ന
പുരസ്കാരമാണ് അലിഫ് മീം കവിതാ പുരസ്കാരം. അലിഫ് ഗ്ലോബൽ സ്കൂൾ ഏർപ്പെടുത്തിയ 25,000 രൂപയും പ്രശസ്തി ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. മുൻ വർഷങ്ങളിൽ കൽപ്പറ്റ നാരായണൻ, കെ സച്ചിദാനന്ദൻ, ആലങ്കോട് ലീലാകൃഷ്ണൻ, PK ഗോപി തുടങ്ങിയവരാണ് അവാർഡ് ജേതാക്കൾ. ഈ വർഷത്തെ അലിഫ് മീം പുരസ്കാരത്തിന് അർഹത നേടിയിരിക്കുന്നത് KT സൂഫിയാണ്. അദ്ദേഹത്തിൻ്റെ മകൾ എന്ന കവിതക്കാണ് ഈ വർഷം അവാർഡിന് അർഹതമായത്. തിരുനബിയുടെ മകളായ ഫാത്തിമ ബീവിയിലൂടെ തിരുനബി പഠിപ്പിച്ച പെൺമക്കളെയും സ്ത്രീ സമത്വത്തോടും പുലർത്തേണ്ട മനോഭാവങ്ങളാണ് കവിതയുടെ ഇതിവൃത്തം. കെ സച്ചിദാനന്ദൻ, വീരാൻകുട്ടി, ആലങ്കോട് ലീലാകൃഷ്ണൻ എന്നിവരടങ്ങിയ ജൂറിയാണ് അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുത്തത്. ഈ വർഷം മീം കവിയരങ്ങിലേക്ക് 1000-ഓളം കവിതകൾ ലഭിച്ചിട്ടുണ്ട്. അവകളിൽ നിന്ന് മികച്ച 100 കവിതകൾ മീം കവിയരങ്ങിൽ ഇൻഷാ അല്ലാഹ് അവതരിപ്പിക്കപ്പെടും. കഴിഞ്ഞ 3 വർഷങ്ങളായി നൽകി വരുന്ന മീം ജൂനിയർ അവാർഡ് ജേതാവായി ഇത്തവണ ഷാമിൽ ചുള്ളിപ്പാറ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇഷ്കിൻ്റെ ചരട് കെട്ടുമ്പോൾ ഇറങ്ങിയോടുന്ന ചേട്ടകൾ എന്ന കവിതയാണ് അവാർഡിന് അർഹമായത്. ഇവരും നിങ്ങൾ അറിയിക്കുകയാണ്. കഴിഞ്ഞ 6 വർഷങ്ങളിലായി മീം നബി ഓർമ്മയിലൊരു കവിയരങ്ങ് 100 കവികൾ 100 കവിതകൾ എന്ന ശീർഷകത്തിൽ നടന്നുവരുന്ന കാവ്യ സദസ്സ് ഈ വർഷം കൂടുതൽ വിപുലീകരിക്കപ്പെട്ട് മീം ഫെലിബ്രേസ് എന്ന ശീർഷകത്തിൽ സംഘടിപ്പിക്കപ്പെടുകയാണ്. പ്രധാനമായി നടക്കുന്നത് ഇതിൻ്റെ പ്രധാന ഇവൻ്റ് കവിയരങ്ങ് തന്നെയാണ്. അതിനോട് കൂടെ സംഘടിപ്പിക്കപ്പെട്ടതും ഇനി നടക്കാനുള്ളതുമായ പരിപാടികളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മീമിൻ്റെ മലയാളം കവിതാ സദസ്സിന് സമാനമായി കഴിഞ്ഞ ഞായറാഴ്ച ബാംഗ്ലൂരിലെ സാഹിത്യ പരിഷത്ത് ഹാളിൽ വെച്ച് കന്നഡ മീം സദസ്സ് സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി. കന്നഡ സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട അതിഥികളൊക്കെ പങ്കെടുത്തു. മീം മലയാള കവിയരങ്ങിന് സമാനമായി വിപുലമായി കന്നഡ കവിഗോഷ്ഠി എന്ന പേരിൽ അവിടെ സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ മീമിനോട് അനുബന്ധമായി ഒരു സാഹിത്യ ശില്പശാല കൂടി ഈ വർഷം നടക്കുന്നുണ്ട്. ഇഗാനിക എന്ന ചുരുക്ക നാമത്തിൽ ഇരുണ്ട കാലത്തെ നിറമുള്ള കവിതകളാകാം എന്ന ശീർഷകത്തിലാണ് സാഹിത്യ ശില്പശാല സംഘടിപ്പിക്കപ്പെടുന്നത്. പ്രധാനപ്പെട്ട അതിഥികൾ വന്ന് സെഷൻ കൈകാര്യം ചെയ്യുകയും വിദ്യാർത്ഥികൾക്ക് കവിത, അതുപോലെയുള്ള ലേഖനം, എഡിറ്റിംഗ്, അതുപോലെയുള്ള പ്രധാനപ്പെട്ട സാഹിത്യ മേഖലകളിലുള്ള ക്ലാസ്സുകൾ, സെഷനുകൾ അതിലൂടെ ലഭ്യമാക്കും. പിന്നെ അതുപോലെ തന്നെ തിരുജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, തിരു സ്വഭാവങ്ങളും പ്രധാനമായും പാരൻറ്റിങ് എന്നുള്ള വിഷയത്തിൽ കേന്ദ്രീകരിച്ച് മർക്കസ് നോളജ് സിറ്റി മാനേജിംഗ് ഡയറക്ടറായ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ ഒരു പ്രവാചക കോഴ്സ് ഇതിൻ്റെ ഭാഗമായി നടന്നു കഴിഞ്ഞു. അത് മലയാളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലെ വ്യത്യസ്ത ജനങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് ഉറുദു ഭാഷയിലും സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ പ്രവാചക ചരിത്രത്തെ പരിചയപ്പെടുത്തുന്ന രൂപത്തിൽ എക്സ്ക്ലാർവിനോ മീം ആർട്ട് ഗാലറി എന്ന പേരിൽ ഒരു എക്സിബിഷൻ ഈ പ്രവാചക മാസത്തിൻ്റെ ആരംഭം മുതൽ ആരംഭിക്കുകയും മീമിൻ്റെ പ്രധാന പരിപാടിയോടുകൂടി അവസാനിക്കുകയും ചെയ്യുന്ന രൂപത്തിലാണ് മർക്കസ് നോളജ് സിറ്റിയിലെ അത് സജ്ജീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മീം മെഗാ കിസ്, പിന്നെ പുസ്തക പരിചയം, ഓൺലൈൻ കോഴ്സുകൾ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട പരിപാടികൾ ഇതിനോട് സംബന്ധമായി നടന്നു കഴിഞ്ഞു. ഇനി മീം കവിയരങ്ങിൻ്റെ ഭാഗമായി തന്നെ ആ വേദികളിൽ വെച്ച് നിയമം, വൈദ്യം, അതുപോലെ തന്നെ ബിസിനസ് മേഖലകളിൽ തിരുനബി നൽകിയ പാഠങ്ങൾ എങ്ങനെയാണ് സമൂഹത്തിൽ പ്രതിഫലിച്ചിട്ടുള്ളത്, അതെങ്ങനെയാണ് സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന രൂപത്തിലുള്ള ആഴത്തിലുള്ള ചർച്ചകൾ പ്രമുഖരായ അതിഥികളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്.
അതിനായി പ്രത്യേകം സെഷനുകൾ മീമിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത്രയുമാണ് പ്രധാനമായ മീമിൻ്റെ പരിപാടികൾ.